2025 ഡിസംബർ 15 തിങ്കളാഴ്ചയാണ് തൃപ്രയാർ ഏകാദശി. വൃശ്ചിക മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശി ഗുരുവായൂർ ഏകാദശിയും കറുത്ത പക്ഷത്തിലെ ഏകാദശി തൃപ്രയാർ ഏകാദശിയുമാണ്. തൃപ്രയാർ ദേവൻ എന്ന് പറയുന്നത് ശ്രീരാമസ്വാമി ചതുർബാഹുവായിട്ടുള്ള പ്രതിഷ്ഠയാണ്. രണ്ട് സൈഡിലുമായിട്ട് ക്ഷമയും രമയും, അതായത് ഭൂമിദേവിയും ലക്ഷ്മി ദേവിയുടെയും പ്രതിഷ്ഠയുണ്ട്. ശ്രീരാമൻ എവിടെയുണ്ടെങ്കിലും ഹനുമാൻ കാണുമെന്ന് നമ്മൾ പറയുമെങ്കിലും അവിടെ ഹനുമാൻ്റെ പ്രതിഷ്ഠയൊന്നുമില്ല. പക്ഷേ അവിടുത്തെ പ്രധാന ഒരു വഴിപാടാണ് രാമായണത്തിലെ സുന്ദരകാന്ഡം വായിക്കുക എന്നുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട വഴിപാട് വെടിവഴിപാട്, പിന്നെ മീനൂട്ട്, ഇതൊക്കെയാണ്. ഈ ശ്രീരാമ ക്ഷേത്രത്തിൽ ഈ ആഘോഷം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേതുപോലെ തന്നെയാണ്. കാരണം ദശമി വിളക്ക് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് ഏകാദശിയുടെ ഒന്നും. അതുപോലെ തന്നെ സാധാരണ ഗുരുവായൂരെ പോലെ തന്നെയൊക്കെയുള്ള ചടങ്ങുകളൊക്കെ ഉണ്ട്. പിന്നെ ദ്വാദശിപ്പണ സമർപ്പണവും ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ്. പിന്നെ നമ്മൾ ഏകാദശി എങ്ങനെയാണ് ആചരിക്കേണ്ടത്, ഇല്ലെങ്കിൽ വ്രതം എങ്ങനെയാണെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതേപോലെ തന്നെ നമ്മൾ ദശമിയുടെ അന്ന് ഒരിക്കൽ, പിന്നെ ഏകാദശിയുടെ അന്ന് നമ്മളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള ഭക്ഷണമൊക്കെ കഴിക്കുക. പിറ്റേ ദിവസം പാരണ. ഇത് ഏകാദശി തിഥി തുടങ്ങുന്നത് 14-ാം തീയതി വൈകുന്നേരം 6:20 മുതലാണ്. പിന്നെ അവസാനിക്കുന്നത് 15-ാം തീയതി രാത്രിയിൽ 9:35 വരെ. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിവാസരം എന്ന് പറയുന്നത് 15-ാം തീയതി 3:59 ആരംഭിച്ച് വൈകുന്നേരം 3:59, രാത്രി വെളുപ്പിന് 3:59 അവസാനിക്കും. പാരണാസമയം എന്ന് പറയുന്നത് ചൊവ്വാഴ്ച 7:05 ആരംഭിച്ച് 9:10 വരെയാണ് അതിൻ്റെ സമയം. തൃപ്രയാർ ഏകാദശി നോറ്റ് കഴിഞ്ഞാൽ എല്ലാ ദുരിതങ്ങളും ദാരിദ്ര്യവും ഒക്കെ തീരുമെന്നാണ് പറയുന്നത്. അപ്പം കാര്യം നമ്മൾ മോക്ഷപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് എങ്കിലും നമ്മൾ ഈ ഏകാദശിയൊക്കെ നോയമ്പൊക്കെ നോറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഭൗതികമായിട്ട് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യവും ഉണ്ടാകും. അപ്പം നമ്മൾ എല്ലാവരും, കഴിയുന്നവരെല്ലാവരും, ഇന്നലെ എല്ലാവരും ഏകാദശി നോറ്റ്, ഈ തൃപ്രയാർ ഏകാദശി നോറ്റ് നമ്മൾ എല്ലാവരും ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറ്റി സംതൃപ്തമായ ഒരു ജീവിതം നയിക്കാം.